ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണി ക്ലാസ്സുകളിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഭാഗം മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ മാർക്ക് വേഗം സ്കോർ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ പോകാനും ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇപ്പോൾ 1 മാർക്കിനായാലും 2 മാർക്കിനായാലും അതേപോലെ മാത്സ് ഫോളോയിങ്ങിലൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് ആ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നമ്മൾ ബയോളജിയിലും കൂടി അപ്ലൈ ചെയ്യുകയാണ് അല്ലേ. അതായത് ഒരുപാട് ഓർഗാനിസം, പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും എന്തൊരു ഓർഗാനിസത്തിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അത് പണ്ട് മുതലേ സയന്റിസ്റ്റുകൾ ചെയ്തു വന്നിട്ടുള്ളതാണ്. നമ്മൾക്ക് പഠനത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവരതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന ഒരു രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ, അതായത് കുറച്ച് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്, മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ചില ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫിലോസഫർ ആയിട്ടുള്ള അരിസ്റ്റോട്ടിൽ ആണ് ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? സിമ്പിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് എന്നും അതേപോലെ അനിമൽസിനെ those which had red blood and those that did not, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ഇങ്ങനെ രീതിയിലാണ് എന്ത് ക്ലാസിഫൈ ചെയ്തത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അരിസ്റ്റോട്ടലിൻ്റെത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ലിനിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് എന്ത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ലിനേഴ്സ് ആരാണ് പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ ലിനേഴ്സിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വഴി എങ്ങനെയാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ ലിനിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഓർഗാനിസത്തിനെ 2 കിങ്ഡം, മെയിൻ ആയിട്ടും 2 കിങ്ഡം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. കിങ്ഡം അനിമേലിയ എന്നും കിങ്ഡം പ്ലാന്റ് എന്നും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ക്ലാസിഫിക്കേഷന് ചില ഡിമെറിറ്റ്സ് ഉണ്ട്, അതായത് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം മൊത്തം ഓർഗാനിസത്തിനെ കിങ്ഡം പ്ലാന്റ്, അതായത് പ്ലാന്റ്സും അതേപോലെ തന്നെ അനിമൽസും എന്നുള്ള രീതിയിൽ മൊത്തം ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന്റെ പോരായ്മ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോകാരിയോട്ടിന്റെയും യൂകാരിയോട്ടിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ മൊത്തം ഓർഗാനിസത്തിനെ 2 ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ 2 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അവരിൽ ഏതാണ് പ്രോകാരിയോട്ട് ഒന്നും യൂകാരിയോട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന്റെ ഒരു ഡിമെറിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം പ്രകാരം യൂണിസെല്ലുലാർ ഏതാണ്, മൾട്ടി സെല്ലുലാർ ഏതാണ് ഓർഗാനിസം എന്ന് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മറ്റൊരു ഡിമെറിറ്റ് ആണ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം. അവരെ എങ്ങനെയാണെന്നും ക്ലാസിഫൈ ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വഴി നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഇനി വരുന്ന മൂന്നാമതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ചിലപ്പോൾ 1 വേർഡിനായിട്ട് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആർച്ച് വിറ്റേക്കർ ചില ക്രൈറ്റീരിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓർഗാനിസത്തിനെ മൊത്തം ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ആ ഒരു 5 ക്രൈറ്റീരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 5 ക്രൈറ്റീരിയ എന്താണ്, അങ്ങനെ 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. 1969 ആർച്ച് വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം മൊത്തം ഓർഗാനിസത്തിനെ 5 കിങ്ഡം ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലോ, 5 കിങ്ഡം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ആ ക്ലാസിഫിക്കേഷന് മുന്നോടിയായിട്ട് അദ്ദേഹം ചില ക്രൈറ്റീരിയ, അതായത് ചില മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൊത്തം ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, നോക്കാം. ഒന്നാമത്തത് കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ ആണ്. അതായത് ഓർഗാനിസം പ്രോകാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണോ എന്ന് നോക്കിയിട്ടാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിരുന്നു
ഓർഗനൈസേഷൻ ഓഫ് ബോഡി, അതായത് യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്ന് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മോഡ് ഓഫ് ന്യൂട്രീഷൻ, ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് മെയിനായിട്ട് നമുക്ക് പറയാം. ഓട്ടോട്രോഫും അതേപോലെ തന്നെ ഹെട്രോട്രോഫ്സും. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഹെട്രോട്രോഫ്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് എന്ത്? ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻ ക്ലാസ്സുകളിൽ നോക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക മോഡ് ഓഫ് ന്യൂട്രീഷൻ. ദെൻ 4ാമത്തെ ഒരു ക്രൈറ്റീരിയ അറിയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. 5ാമത്തത് എന്താണ്? ഫൈലോജനറ്റിക് റിലേഷൻ ആൻഡ് എവല്യൂഷണറി റിലേഷൻ. ഫൈലോജനറ്റിക് റിലേഷൻ അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഓർഗാനിസം അവരുടെ പൂർവികരുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം ക്യാരക്ടേഴ്സിലാണ് അവർ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നത് വെച്ചിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഏതൊക്കെയാണ് ആ ഒരു 5 കിങ്ഡം നോക്കാം. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റേ. അപ്പോൾ ഈ ഒരു 5 കിങ്ഡം, മൊത്തം 5 കിങ്ഡം ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. അതിൽ ഓരോ കിങ്ഡത്തിലും ചില സബ് ഡിവിഷൻസ് ഉണ്ട്. ആ സബ് ഡിവിഷൻസും അതിലെ ചില ക്യാരക്ടേഴ്സും, അങ്ങനെയാണ് ഈ ഒരു മൊത്തം ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഓരോ കിങ്ഡംസും അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.